ഹരേ കൃഷ്ണ. നാമജപത്തിന്റെ മഹാത്മ്യത്തിനെ കുറിച്ച് പറഞ്ഞ സമയത്ത്, അല്ലെങ്കിൽ ദുഃഖ നിവാരണത്തിന്റെ ആ ഒരു വിഷയത്തിനെ കുറിച്ച് ഇതിനു മുമ്പ് പറഞ്ഞ സമയത്ത് ചിലരൊക്കെ പറഞ്ഞു, നാമജപത്തിന് എന്താ ഇത്ര മഹാത്മ്യം എന്ന് ചോദിച്ചു. നാമം ചൊല്ലിക്കഴിഞ്ഞാൽ ദുഃഖം ഇല്ലാണ്ടാവുന്നാണോ, അങ്ങനെ വാദിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. ഒരിക്കലും ഞാനത് വാദിക്കില്ല. നാമം ചൊല്ലിക്കഴിഞ്ഞാൽ ദുഃഖമില്ലാണ്ടാവും എന്നല്ല പറഞ്ഞത്. ദുഃഖത്തിനെ നേരിടാനുള്ള ശക്തി മനസ്സിന് വന്നു ചേരും എന്നാണ് പറഞ്ഞത്. സത്യത്തിൽ ദുഃഖമില്ലാണ്ടേ ആവണം എന്നല്ല നമ്മൾ ആഗ്രഹിക്കേണ്ടത്, അല്ലേ? ദുഃഖത്തിനെ നേരിടാനുള്ള ആ ഒരു മനക്കരുത്ത് നമുക്ക് ഉണ്ടാവണേ എന്നാണ് നമ്മൾ സത്യത്തിൽ ആഗ്രഹിക്കേണ്ടത്. കുട്ടിയാവുന്ന സമയത്ത് ഒരു തവണ വേനൽക്കാലത്ത് പുറത്തിറങ്ങിയപ്പോൾ ഭയങ്കര ചൂട്. അപ്പോൾ സൂര്യദേവനെ നോക്കി മേൽപ്പെട്ട് നോക്കിയിട്ട് ഞാൻ പറഞ്ഞു, സൂര്യദേവ, ഈ ചൂട് ഒന്ന് കുറച്ച് തന്നൂടെ, സഹിക്കാൻ പറ്റണില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ കൂടെ ഉണ്ടായിരുന്നു. അച്ഛൻ പറഞ്ഞു, അങ്ങനെയല്ല പറയേണ്ടത്, സൂര്യദേവ, ഈ ചൂട് സഹിക്കാനുള്ള കരുത്ത് എനിക്ക് തരണേ എന്നാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് പറഞ്ഞു. അന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണത്. സത്യത്തിൽ ചിന്തിച്ചു നോക്കൂ, നമ്മൾ ദുഃഖം അനുഭവിക്കുന്ന സമയത്ത്, ദുഃഖം വരുമ്പോൾ നമുക്ക് പലതരം ക്ലേശങ്ങളൊക്കെ ഉണ്ട്, മനസ്സിനുണ്ട്, ശരീരത്തിനുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ അതിനെ നേരിടുന്ന സമയത്ത് അനേകം കാര്യങ്ങൾ നമുക്ക് ജീവിതത്തിനെ കുറിച്ച് പഠിക്കാൻ സാധിക്കുന്നുണ്ട്. അതിനൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡോടുകൂടി നോക്കിക്കാണുന്ന ഒരാൾക്ക് അതിന്ന് പല കാര്യങ്ങളും തൻ്റെ ജീവിതം ഒന്നും കൂടി മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. തന്നെ ഒന്നും കൂടി ശാക്തീകരണം എന്നൊക്കെ പറയില്ലേ നമ്മൾ, ദൃഢീകരിക്കാൻ അല്ലെങ്കിൽ ശക്തി വർദ്ധിപ്പിക്കാൻ, നമ്മുടെ മനസ്സിന്റെ കരുത്ത് വർദ്ധിപ്പിക്കാനൊക്കെ ഈ ദുഃഖം ശരിക്കും ഉപകരിക്കുന്നതാണ്. അതേപോലെ നമ്മുടെ യഥാർത്ഥത്തിലുള്ള ബന്ധു ആരാണ്, അല്ലെങ്കിൽ മിത്രം ആരാണ് എന്നൊക്കെ നമുക്ക് കാണിച്ചു തരുന്നതാണ് ജീവിതത്തിൽ വരുന്ന ഈ വിഷമ സാഹചര്യങ്ങൾ, അല്ലെ? അപ്പൊ അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദുഃഖത്തിനെ കൊണ്ട്. അതേപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയണതാണ്, ജീവിതത്തിൽ സുഖം ദുഃഖം എന്നുള്ളത് മാറി മാറി വരുന്ന സംഭവമാണ്. നമ്മുടെ പ്രാരബ്ധകർമ്മം അനുസരിച്ച് നമ്മൾ അനുഭവിക്കുന്നു. ഭക്തി ഉള്ള ആൾക്കാർ ആധ്യാത്മിക തലത്തിൽ അങ്ങനെ പറയുന്നു. അല്ലെങ്കിൽ ജീവിതത്തിനെ തന്നെ സാധാരണഗതിക്ക് നോക്കിക്കാണുന്നവർ പറയുന്നു, വേനലും മഴയും പോലെ മാറി മാറി ഇത് വന്നുകൊണ്ടിരിക്കുന്നു പറയുന്നു. ഏതർത്ഥത്തിൽ നോക്കിയാലും ദുഃഖം എന്നുള്ളത് ഒഴിച്ചുകൂട്ടാൻ പറ്റുന്ന ഒരു സംഭവമാണെന്ന് തോന്നണില്ല. അപ്പൊ പിന്നെ വേണ്ടത് എന്താണ്? ആ ദുഃഖത്തിനെ നേരിടാൻ, അല്ലെങ്കിൽ ആ ദുഃഖത്തിനെ മറികടക്കാൻ, അല്ലെങ്കിൽ ദുഃഖത്തിലും സന്തോഷം കണ്ടെത്താൻ ഒക്കെ നമുക്കൊരു മാനസികാവസ്ഥ, മനക്കരുത്ത്, അതാണ് ആവശ്യം. അതെനിക്ക് ഉണ്ടാവണേ എന്നാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. അതിനു വേണ്ടിയിട്ടാണ് പറഞ്ഞത്, നാമം ജപിക്കുമ്പോൾ ആ സംഭവമാണ് സത്യത്തിൽ നമുക്ക് ഉണ്ടായി കിട്ടുന്നത്. അപ്പൊ അതാണ് പറഞ്ഞത്, നാമത്തിന്റെ മഹിമ എന്ന് പറഞ്ഞപ്പോൾ എടുത്തു പറഞ്ഞത് അതാണ്. ദുഃഖം ഇല്ലാണ്ടേ ആവില്ല എന്നല്ല, പക്ഷെ ദുഃഖം ഇല്ലാണ്ടേ ആവണതിനേക്കാളും പ്രാധാന്യമുള്ള കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ നേരിടാനുള്ള ശക്തി മനസ്സിന് കിട്ടണു എന്നുള്ളതാണ്. ഹരേ കൃഷ്ണ.